ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റ് വണ്ടേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ബീഡ്സ് വെച്ചിട്ട് എങ്ങനെയാണ് മാറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ വീഡിയോയിൽ രണ്ട് ടൈപ്പ് മാറ്റ്സ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഇവിടെ വീഡിയോയിൽ നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് ബീഡ്സ് ഉപയോഗിച്ചതായിട്ട് കാണാം. ഒന്ന് വൈറ്റും റെഡും വരുന്നത്, അത് നമ്മൾ സാധാ റൗണ്ട് ബീഡ്സാണ്. പിന്നെ വരുന്ന ഓറഞ്ച്, ആ ഓറഞ്ചിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ക്വയർ ടൈപ്പ് ബീഡ്സാണ്. അപ്പോൾ ബീഡ്സിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് മാറ്റിൻ്റെ ഭംഗിയും അതിനനുസരിച്ചിട്ടുള്ള ഡിഫറൻസും വരും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ബീഡ്സുകളുടെ ഡിഫറൻസ് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് റൗണ്ട് ടൈപ്പ് ബീഡ്സുകൾ വരുന്നുണ്ട്, അതുപോലെ സ്ക്വയർ ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ ബീഡ്സുകളിൽ തന്നെ വലിപ്പ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ മാറ്റിന് ഡിഫറൻറ്റ് വരും. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇതൊരു റൗണ്ട് ടൈപ്പ് ബീഡ്സാണ്. പിന്നെ ഇത് ഒരു സ്ക്വയർ ടൈപ്പ് വരുന്നതാണ് ഈ ബീഡ്സ്. അപ്പോൾ ഈ മാറ്റ് നമുക്ക് ഏത് ഷേപ്പിലുള്ള ബീഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഈ ബ്ലാക്ക് കണ്ടല്ലോ, ഈ ബ്ലാക്ക് അതൊരു വേറെ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് ഈ മാറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്കിത് നെയ്തെടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഫിഷിംഗ് വയറാണ്, ടങ്കീസ് വയർ എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ത്രെഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ടങ്കീസ് യൂസ് ചെയ്തിട്ട് ചെയ്യണം നല്ലത്. അപ്പോൾ ഇതിൽ തന്നെ ഈ ഫിഷിംഗ് വയർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ടങ്കീസ് എന്ന് പറഞ്ഞാൽ, ഇതിൽ തന്നെ നമുക്ക് കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ബീഡ്സ്, ചെറിയ ബീഡ്സ് ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു 2 mm ഒക്കെ അത്രയും തിക്കായിട്ടുള്ള ടങ്കീസ് എടുക്കാം. ഇപ്പം ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള ഇതിൽ നമ്മളൊരു 2 mm ഒക്കെ ഉപയോഗിക്കാം ഈ ചെറിയ ബീഡ്സിൽ. മറിച്ച് നമ്മൾ ഇത്തിരി വലിയ ഇതാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഡിഫറൻസ് വരുത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പം ഞാനിവിടെ ടങ്കീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ആദ്യം കുറച്ചെടുക്കുക, ഒരുപാട് എടുക്കരുത്. നമുക്ക് എന്നാൽ ഒരുപാട് ചെറുതാവാനും പാടില്ല. അപ്പോൾ ഒരു ഇടത്തരം വലിപ്പത്തിൽ ടങ്കീസ് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് തീരുന്നതിനനുസരിച്ചിട്ട് ആവശ്യാനുസരിച്ച് നമുക്ക് അതും കൂടെ കെട്ടി കൊടുക്കാം. അപ്പോൾ നമുക്കിനി ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് സെൻറ്ററിലുള്ള റൗണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ റൗണ്ടിലും 6 ബീഡ്സ് ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ നമ്മൾ സെൻട്രൽ റൗണ്ടിൽ ഇപ്പോൾ 6 ബീഡ്സാണ് വരുന്നത്. അപ്പോൾ ഓരോ റൗണ്ടിലും 6 ബീഡ്സ് ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ കോർക്കുമ്പോൾ നമ്മളത് 6 ബീഡ്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിൽ ആദ്യം തന്നെ 6 ബീഡ്സ് വരണം. അപ്പോൾ 6 ബീഡ്സ് ഞാനിതാ ഇവിടെ കോർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 6 ബീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 6 ബീഡ്സ് ആയതിന് ശേഷം നമ്മൾ ത്രെഡിൻ്റെ സെൻറ്ററിലായിട്ട് ഈ 6 ബീഡ്സ് കൊണ്ടുവരണം. ഇനി നമുക്ക് ഇത് ക്രോസ് ചെയ്യണം. അപ്പോൾ ക്രോസ് ചെയ്യണത് ഞാൻ നിങ്ങൾക്ക്, ഇതിപ്പോൾ ടങ്കീസ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വരച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ക്രോസ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ നമുക്ക് 6 ബീഡ്സ് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ റൈറ്റ് ലെഫ്റ്റ് എന്നുള്ളത് നോക്കുക. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ റൈറ്റ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എഴുതി കാണിക്കുക. ഇത് ഈ ഭാഗം റൈറ്റ് സൈഡും അതുപോലെ തന്നെ ഇത് ലെഫ്റ്റ് സൈഡും. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലത്തെ ത്രെഡ് ഉണ്ടല്ലോ, ആ ത്രെഡ് ഉപയോഗിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലത്തെ ത്രെഡ് ഉപയോഗിച്ചിട്ട് റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ബീഡ് കണ്ടല്ലോ, ഇതിലേക്ക് ക്രോസ് ചെയ്യുക, ഉള്ളിലേക്ക് കൊടുക്കുക. ഇതുപോലെ ക്രോസ് ചെയ്യുക. അപ്പോൾ ഇതിന് പറയുക ക്രോസിങ് എന്നാണ് പറയുക. ഇതുപോലെ ക്രോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടും. അതായത് നമ്മുടെ ഫസ്റ്റ് റൗണ്ടായിട്ട് നമുക്കിതുപോലെ കിട്ടും. അപ്പോൾ ഒരു ത്രെഡ് റൈറ്റ് സൈഡിലും ഒരു ത്രെഡ് ലെഫ്റ്റ് സൈഡിലായിട്ടും ഉണ്ടാവും. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ ബീഡ്സ് ഇടണം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് സൈഡിലത്തെ ത്രെഡിലായിരിക്കണം എപ്പോഴും ബീഡ്സ് ഇടേണ്ടത്. ലെഫ്റ്റ് സൈഡിലത്തെ ത്രെഡ് വെച്ചിട്ട് അത് ക്രോസ് ചെയ്യണം. ഇപ്പോൾ ഒരു റൗണ്ടിൽ 6 ബീഡ്സ് ആണ്, എല്ലാ റൗണ്ടിലും 6 ബീഡ്സ് വേണം. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ നൂലിൽ ത്രെഡുമ്പോൾ ഒരു ബീഡ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ 5 ബീഡും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ 5 ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലത്തെ ത്രെഡ് കൊണ്ട് അത് ക്രോസ് ചെയ്യുക. അതായത് ലെഫ്റ്റിലത്തെ ത്രെഡ് എടുത്തിട്ട് നമ്മൾ ഇട്ടതിൻ്റെ റൈറ്റിലത്തെ ഫസ്റ്റ് ബീഡിലേക്ക് ഇതുപോലെ ക്രോസ് ചെയ്യുക. ഇതുപോലെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇതുപോലെ 5 ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ലെഫ്റ്റിലത്തെ ത്രെഡ് വെച്ചിട്ട് ഇതിൽ ഫസ്റ്റത്തെ ഇതിലേക്ക് നമ്മൾ
ക്രോസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ടേക്ക് വെക്കുന്നതിന് നമ്മൾ ക്രോസിംഗ് എന്ന് പറയാം. അങ്ങനെ ക്രോസ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ. അപ്പോൾ നെക്സ്റ്റ് റൗണ്ട് റെഡിയായി. അപ്പോൾ നമ്മുടെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ബ്ലൂ ഉണ്ടല്ലോ, അതാണ് കേട്ടോ നമ്മുടെ സെൻറ്റർ. അപ്പോൾ ആ സെൻറ്ററിനെ ഇനി ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇനി വരേണ്ടത്. ഇനി നമ്മൾ ചെയ്യുമ്പോൾ സെൻറ്റർ റൗണ്ട് ഉണ്ട്, അതിനെ അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് ത്രെഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ അടുത്ത ബീഡിലേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ ഇതുപോലെ കൊടുക്കണം. കണ്ടല്ലോ. നെക്സ്റ്റ് ലെഫ്റ്റ് ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ എപ്പോഴും നമ്മൾ ലെഫ്റ്റ് ത്രെഡ് എന്ന് പറയുന്നത് അറ്റാച്ച് ചെയ്യാനും ക്രോസ് ചെയ്യാനും മാത്രം. റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബീഡ്സ് ഇട്ട് കൊടുക്കാനാണ്. എത്ര ബീഡ്സാണ്. ഇപ്പം ഞാനിതാ ലെഫ്റ്റ് ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എടുത്തപ്പോൾ 2 ബേസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ബേസ് വന്നപ്പോൾ ഇനി 4 ബീഡേ ഇടണ്ടുള്ളൂ. നമുക്കറിയാം 6 ബീഡ്സാണ്. അപ്പോൾ ഓൾറെഡി 2 ബീഡിൽ ബേസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 ബീഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 4 ബീഡ് ഇട്ടതിന് ശേഷം ലെഫ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്രോസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. അപ്പോൾ അടുത്ത റൗണ്ട് റെഡി. അപ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനെ കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഞാൻ പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് അടുത്ത ബീഡ് എടുക്കുക. അടുത്ത ബീഡിലേക്ക് ലെഫ്റ്റ് ത്രെഡ് ഉപയോഗിച്ചിട്ട് അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്യണത് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അത് വേറെ ഇട്ട് നിൽക്കും. കേട്ടോ, ലെഫ്റ്റ് ത്രെഡ് ഉപയോഗിച്ചിട്ട് അടുത്ത ത്രെഡിലേക്ക് ഇങ്ങനെ കോർത്ത് കൊടുക്കുക. ഇങ്ങനെ കണ്ടല്ലോ, ഇതുപോലെ. എന്നിട്ട് സെയിം നമ്മൾ റൈറ്റിൽ ബീഡ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതിനെ റൗണ്ടായിട്ട് ഓരോ ബീഡിനെ അറ്റാച്ച് ചെയ്യുക, ലെഫ്റ്റിൽ ത്രെഡ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ക്രോസ് ചെയ്ത് പോവുക. നമ്മൾ റൈറ്റ് സൈഡിൽ ബീഡ് ഇട്ടിട്ട് ലെഫ്റ്റ് സൈഡിലത്തതുകൊണ്ട് ക്രോസ് ചെയ്താൽ മാത്രം പോരാ. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ലെഫ്റ്റിലത്തെ ത്രെഡ് വെച്ചിട്ട് മറ്റേ സെൻറ്ററിലത്തെ ബീഡിലെ ഒരു ബീഡിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്യണം. എങ്കിലാണ് അത് കറക്റ്റായിട്ട് അറ്റാച്ച് ആയിട്ട് വരുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ ഓരോ റൗണ്ടുകളായിട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 5 റൗണ്ട് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് 6ാമത്തെ റൗണ്ടിലേക്ക് എത്തണം. അതായത് ഈ റൗണ്ടിൽ ലാസ്റ്റ് ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ബേസ് എടുത്തിട്ട് ഒരു ബീഡ്സിലേക്കാണ് അറ്റാച്ച് ചെയ്തത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലെഫ്റ്റ് വെച്ചിട്ട് ഈ ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും അപ്പോൾ ഒരു യു ഷേപ്പ് വരും. കണ്ടല്ലോ, ഇതിൽക്കും കൂടി അറ്റാച്ച് ചെയ്യണം. എങ്കിൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ. അത് നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. നമുക്കിങ്ങനെ റൗണ്ടായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ലെഫ്റ്റിത്തെ ത്രെഡ് ഉപയോഗിച്ചിട്ട് ലൈറ്റ് ബ്ലൂവിലേക്കും പിന്നെ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ റൗണ്ട് ഉണ്ടല്ലോ, ഫസ്റ്റല്ല നമ്മൾ ആ ഒരു ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് അതിലത്തെ ഒരു ബീഡുമ്പോൾ കൂടി അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നോക്കിയാൽ നമുക്ക് മൂന്നാണ് ബേസ് വന്നുള്ളത്. അപ്പോൾ നമുക്കിനി 3 ബീഡ്സും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് അത് 6 ബീഡ്സ് ആവുള്ളൂ. അപ്പം ഞാൻ 3 ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റൈറ്റിൽ 3 ബീഡ്സ് എടുക്കുക, ലെഫ്റ്റിലത്തെ ത്രെഡ് കൊണ്ട് ഇതിലേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ലൈറ്റ് ബ്ലൂ, പിന്നത്തെ ഡാർക്ക് ബ്ലൂ. കണ്ടല്ലോ, ഇതുപോലെ. ഇനി അടുത്തത് സെയിം തന്നെ നമ്മുടെ ലെഫ്റ്റ് വെച്ചിട്ട് ഒരു ബീഡിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റൈറ്റിൽ ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ക്രോസ് ചെയ്യാം. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ ചെയ്ത് നോക്കുക. ഞാൻ ഈ വീഡിയോ പറയുന്നതോടുകൂടി തന്നെ ചെയ്യുക, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് ഒരു റൗണ്ട്, പിന്നത്തത് 6 റൗണ്ട്, പിന്നെ വരുന്നത് അതിൻ്റെ 12 റൗണ്ട് വരും, പിന്നെ 24 റൗണ്ട് വരും. അങ്ങനെ ഇരട്ടിയായിട്ടാണ് അത് വരിക. കണ്ടല്ലോ, ഇതുപോലെ. അപ്പോൾ ഓരോ റൗണ്ടിലും ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ റൈറ്റിൽ എപ്പോഴും ബീഡ് ഇടുക, ലെഫ്റ്റ് സൈഡത്തത് അറ്റാച്ച് ചെയ്തിട്ട് ക്രോസ് ചെയ്യാൻ ഉപയോഗിക്കുക, ലെഫ്റ്റ് ഭാഗത്ത് ത്രെഡ്. അങ്ങനെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ആദ്യം ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. അങ്ങനെ ഫുൾ ഓരോ റൗണ്ടുകൾ ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ. പിന്നെ അതുപോലെ സ്റ്റാർ ഉണ്ട്. സ്റ്റാർ സെയിം പ്രോസസ്സ് തന്നെയാണ്, കുറച്ച് 1-2 ഇത് കൂടി ആഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ സ്റ്റാർ ചെയ്യണതും അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ. പിന്നെ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾ എനിക്ക് അയച്ചു തരണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ക്രാഫ്റ്റ് വണ്ടേഴ്സ് ലിജി തന്നെയാണ് ചാനൽ പേജിൻ്റെ ഇത് വരുന്നത്. അതുപോലെ തന്നെ
ഫേസ്ബുക്കിലും ക്രാഫ്റ്റ് വണ്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു തരാവുന്നതാണ് ഇത് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. ബൈ ബൈ.